എന്താണ് പറയാനുള്ളത്? നിങ്ങളാണ് പറയാനുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് പടം കണ്ടിറങ്ങിയപ്പം. അത്രയും ഒരു ഒരു പ്രേക്ഷകരുടെ അത്രയും ഒരു സപ്പോർട്ട് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളും പോയി പടം കാണണം, കറക്റ്റാക്കി സപ്പോർട്ട് ചെയ്യണം. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനുള്ളത് പരിപാടി എന്താ പറയുന്നത്, ഞങ്ങൾക്ക് വർക്കാണ്. റിവ്യൂവിന് കണ്ടപ്പോൾ ഞങ്ങളൊരു 10 പേര് കണ്ടു. ഇന്ന് ഹൗസ്ഫുൾ ഷോയ്ക്കകത്തിരുന്ന് കണ്ടപ്പം നമ്മുടെ കോമഡിയൊക്കെ ആൾക്കാർ നിന്നിരിക്കുന്നു, നമ്മുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ കൈയടിക്കുന്നു. നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്കെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആണോ എന്നുള്ള ആഗ്രഹം. അതിന് ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത്, ആക്കണോ വേണ്ട എന്നുള്ളത്. അത് അവരാക്കുക എന്നുള്ള പ്രതീക്ഷയാണ്. ഈ പ്രേക്ഷകരുടെ അടുത്ത്, ഈ അമ്പലനടയിൽ ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ വരുന്ന പ്രേക്ഷകരുടെ അടുത്ത് അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. എത്തരത്തിലുള്ള സിനിമയായിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ? ഇതൊരു സെലിബ്രേഷൻ മോഡ് പടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ഉണ്ട്, എന്താ അടിപൊളി പാട്ട്, ഫൈറ്റ്, പിന്നെ ഫാമിലി സെന്റിമെന്റ്സ് എല്ലാം ഉള്ള ഒരു പാക്കേജ് പരിപാടിയാണ്. ഇങ്ങനെ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പരിപാടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു എല്ലാം കൂടെ ചേർന്നിറങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഓരോരുത്തരെയാണ്. അവരെന്ത് പ്രതീക്ഷിക്കണ്ടായെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് അവർ പ്രതീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. അടിപൊളിയാണ്. കാരണം ഞാൻ രണ്ടാമത്തെ പടം ഇപ്പം റിലീസായത് ഇതാണ്, രോമാഞ്ചത്തിന്റെ ശേഷം. അതിപ്പോൾ രാജേട്ടനുടെയും ബേസിലേട്ടൻ്റെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അതൊക്കെ ഭയങ്കര ഏകദേശം എനിക്കൊരു 10-40 ദിവസത്തോളം അവരുടെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു ഷൂട്ടിന്റെ ടൈമിലാണെങ്കിൽ. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ്. ചേട്ടൻ പറഞ്ഞിരുന്നു ഇത് പഴയ ഒരു CD മൂസ, അതേപോലെ കല്യാണരാമൻ, അത്തരത്തിലുള്ള പഴയൊരു CD മൂസ എന്നല്ല, അല്ല അത്തരത്തില് ഒരു ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അല്ല അത്തരത്തില് ഒരു എന്താ പറയാ ഒരു ലോജിക്കും ഇതൊരു ലോജിക്കലി പരിപാടികൾ ഭയങ്കര ലോജിക്ക് അങ്ങനൊന്നും ചിന്തിച്ച് വരണ്ട. ഒരു 2:16 മണിക്കൂർ വന്നു വെച്ചാൽ ചില്ലാവുക, അത്രേ ഉള്ളൂ. ഒരു കല്യാണ വീട്ടിൽ വരുന്ന ഒരു പ്രതീതിയാണ്. നമ്മളെല്ലാവരും ഒരു കല്യാണ വീട്ടിൽ വരുന്നു, കല്യാണം കൂടുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം പേടിച്ചു പോയി. കണ്ടില്ലേ കണ്ടിട്ട് പ്രേക്ഷകരുടെ പ്രതികരണം കേട്ട് ഞെട്ടിരിക്കുക. കാണാത്തോണ്ടാണ്. ഞങ്ങൾ ടെർബോയുടെ പ്രസ് മീറ്റ് പോയേക്കായിരുന്നു. അപ്പൊ ടെർബോക്ക് ഒരു വെല്ലുവിളിയാവോ ഗുരുവായൂർ അമ്പലനടയിൽ? പറഞ്ഞോ, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റിയ പടമാണ്. എൻജോയ് ചെയ്യാം. ഒരു 2 മണിക്കൂർ നമുക്ക് നിർത്താതെ രസമായിട്ട് കണ്ടോണ്ടിരിക്കാം. ചിരിക്കാൻ ഒരുപാടുണ്ട്, ഒരുപാട് എലമെന്റ്. രാജുവേട്ടനൊക്കെ ഒരു രക്ഷയില്ല, പൊളിയാ. രാജുവേട്ടനും ബേസിലായിട്ടും കോംബോ ഒരു രക്ഷയില്ല. അർമാദിച്ച് കാണാൻ പറ്റിയ പടമാണ്. നിങ്ങള് ടീമായിട്ട് അഭിനയിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാരും ഫ്രണ്ട്സ് തന്നെയാണ്? നമ്മളെല്ലാരും ഫ്രണ്ട്സാണ്. ഇതില് പുതുതായിട്ട് കിട്ടിയ സാപ്പോയാണ്. ഞാനും സിജും രോമാഞ്ചത്തില് പണ്ട് പോലെ ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ അറിയാം. യവനുമായിട്ട് നമ്മൾ ആദ്യത്തെ പരിപാടിയാ. ബേസിലേട്ടനെ എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ? ബേസിലേട്ടന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് നമ്മളോട് ഭയങ്കര, ഞങ്ങള് പുതിയ ആൾക്കാരാണല്ലോ. അപ്പൊ ഞങ്ങളോടുള്ളൊരു പരിഗണന ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മുടെ അടുത്ത് വന്നിരുന്ന കാര്യം പറയാൻ ഷൂട്ടിന് മുമ്പാണെങ്കിലും അപ്പൊ നമ്മളെ ഒന്ന് റെഡിയാക്കും, സെറ്റാക്കി നിർത്തും. അതിപ്പം ബേസിലേട്ടനാണെങ്കിലും ബിപിൻ ചേട്ടൻ, ഇവരെല്ലാരും ആ ഒരു പരിപാടി. എല്ലാവിധ ആശംസകളും. പടം 100 കോടി ക്ലബിൽ മേലെ കയറട്ടെ. ഈ പടം ഇനി എങ്ങനെ 100 കോടി കയറും? എല്ലാരും പടം 100 കോടി ക്ലബിൽ കയറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. എല്ലാവരും കാണാം. നമ്മുടെ എല്ലാവരും ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാരും കണ്ടിട്ട് കേറ്റാം. ഓക്കെ, എല്ലാവരും